ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു പ്രത്യേക തരം മൂഡാണ്. വേറെ ഒന്നുമല്ല, നല്ല അസല് മാട്ടി പിടിച്ച മോർണിംഗ്. ഈ ലെസ്സി മോർണിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് പ്ലാനിങ് ഒക്കെ ഇന്നുണ്ട്. മോർണിംഗ് എന്തായാലും മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കില്ല എന്നൊന്നും അറിയില്ല, ജസ്റ്റ് പ്ലാനിങ് മാത്രമേ ഉള്ളൂ. ഈ ലെസ്സി മോർണിംഗ് എന്ന് വെച്ചത് ഇതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. എങ്ങനെയാണോ പോണു അതിന്റെ വഴിക്ക് അങ്ങോട്ട് ആ ഒരു സമയത്ത് വിട്ടുകൊടുക്കുക. അതാണ് ശരിക്കും മടി പിടിച്ചുള്ള ഒരു മോർണിംഗ്. ബ്രഷിൽ പേസ്റ്റ് എടുക്കാൻ പോലും മിനിമം ഒരു 5 മിനിറ്റ് ആലോചിച്ച് നിൽക്കേണ്ടി വരും. പിന്നെ കിച്ചണിൽ പോയി ചായ തിളപ്പും ഗ്യാസ് ഓൺ ചെയ്യേണ്ട മടിക്ക് നമ്മൾ ആലോചിക്കും. ആരെങ്കിലും ഒരാൾ ചായ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്നാൽ അത്രയും നല്ലതാണ് നമ്മൾ ആലോചിക്കും. ഇന്നത്തെ ദിവസം എനിക്ക് ഫോൺ പോലും റീൽസ് കാണാനോ യൂട്യൂബ് ഷോർട്സ് കാണാനോ ഒക്കെ മടിയാണ്. അത്രയ്ക്ക് മടി പിടിച്ചൊരു ദിവസമാണ്. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ലെസ്സി മോർണിംഗ് നല്ലോണം എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം. എന്നും എപ്പോഴും ടൈം ടേബിൾ വെച്ചുള്ള ഒരു ലൈഫ് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഈ ടൈം ടേബിൾ ലൈഫ്. കാലത്ത് എണീക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, പിന്നെ ഡ്യൂട്ടിക്ക് പോകണം, ജോലിക്ക് പോകണം കറക്റ്റ് സമയത്ത്. അവിടെ പോയി അതിനേക്കാളും വലിയ ടൈം ടേബിൾ വർക്കുകളാണ്. ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, ഇന്ന സമയത്ത് ഇന്നത് ക്ലോസ് ചെയ്യണം, അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകണം, അത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ടൈം ടേബിൾ റെഡി. അങ്ങനെ കാലത്തൊട്ട് രാത്രി വരെ ടൈം ടേബിൾ ലൈഫ് സത്യം പറഞ്ഞാൽ മടുത്തു പോയി. അതിനുള്ളിൽ ഒരു റിലാക്സേഷന് വേണ്ടിയാണ് ഇടയ്ക്കൊക്കെ ഒന്ന് ലീവ് എടുത്ത് അങ്ങനെ അങ്ങോട്ട് ഇരുന്നു ഒന്ന് എൻജോയ് ചെയ്യുക. ആ മൊമെന്റ്സ് ഒക്കെ സ്പെഷ്യൽ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇരിക്കുക, വീണ്ടും എന്ത് ഞാൻ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് അത്രയും സമയം കളഞ്ഞു. മടി പിടിച്ച ദിവസത്തിലെ ഏറ്റവും പ്രധാന കട്ട് ചെയ്യണത് കുളിയാണ്. പിന്നെ കുഞ്ഞാപ്പും അമ്മൂസും ഒക്കെ അവരവരുടെ കളിച്ചും അടിപിടിച്ചും അങ്ങനെ ഒരു മോർണിംഗ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ഇഷ്ടമാണോ? നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? എനിക്ക് കമന്റ് ചെയ്യണം. അപ്പൊ അത്രയുള്ള ടാറ്റ ബൈ, സീ യു.